ഇന്നലെ അവസാന സെക്കൻഡിൽ ഒരു ഓൺ ഗോൾ വഴങ്ങി അൽ ഹിലാലുമായി സമനിലയിൽ പിരിയേണ്ടി വന്നു അൽ നാസറിന്. റൊണാൾഡോയുടെ ആ ഒരു ഇരിപ്പ് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ലീഗ് കിരീടം, സൗദി ലീഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കളിച്ച എല്ലാ ലീഗും നേടിയ വ്യക്തിയാണ് റൊണാൾഡോ, അത് നിങ്ങൾ ഓർക്കണം. ഈ പ്രാവശ്യം സൗദി ലീഗ് നേടാനുള്ള വലിയ സാധ്യതയുമുണ്ട്. പക്ഷെ ആ നിരാശ, അത് നേടാൻ പറ്റാത്തതിന് നിരാശയില്ല. തങ്ങളുടെ ശത്രുക്കളായ അൽ ഹിലാലിനെ തോൽപ്പിച്ചുകൊണ്ട് ലീഗ് നേടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആവേശമാണ്. അത് ഓൾമോസ്റ്റ് നമ്മളത് കണ്ടതുമാണ്. അവസാന സെക്കൻഡിൽ അത് നഷ്ടപ്പെട്ടതിൻ്റെ ആ നിരാശയാണ്. ഒരു മത്സരം കൂടി നമ്മൾ കാത്തിരിക്കണം. ഇനി ആ മത്സരം ജയിച്ചാൽ അൽ നാസർ സൗദി ലീഗ് നേടും. പക്ഷെ ആ മത്സരം സമനില ആയാൽ ബാക്കി 2 മത്സരം അൽ ഹിലാൽ ജയിച്ചാൽ ലീഗ് അൽ ഹിലാൽ കൊണ്ടുപോകും. 2 ടീമിനും ഒരേ പോയിൻ്റ് ആയിരിക്കും. പക്ഷെ ഗോൾ ഡിഫറൻസ് അൽ നാസറിനാണെങ്കിലും സൗദി ലീഗിൽ ഹെഡ് ടു ഹെഡാണ് നോക്കാം. തമ്മിൽ കളിച്ചപ്പോൾ ആരാണ് ആധിപത്യം പുലർത്തിയത്? ഫസ്റ്റത്തെ മത്സരം അൽ ഹിലാൽ വിജയിച്ചതാണ്. 2ാമത്തെ മത്സരം ഇന്നലെ സമനിലയും. അപ്പോൾ അൽ ഹിലാൽ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അവസാന മത്സരം അൽ നാസറിന് നിർണായകമാണ്, ജയിച്ചേ പറ്റൂ. പിന്നെ വലിയ എതിരാളികളൊന്നുമല്ല. അൽ നാസറിന് തോൽപ്പിക്കാനുള്ളതേ ഉള്ളൂ. അൽ നാസർ തോൽപ്പിക്കും. റൊണാൾഡോയുടെ 2 കിരീടമാണ് അൽ നാസറിന് വേണ്ടി നിങ്ങൾ ഈ വർഷം കാണാൻ പോകുന്നത്. കപ്പില്ല എന്ന് പറഞ്ഞതിന് മുമ്പ് 2 നമ്മൾ കാണിച്ചു കൊടുക്കും. ഒന്ന് AFC ചാമ്പ്യൻസ് ലീഗ് 2, അതിൻ്റെ ഫൈനലിലുണ്ട്. പിന്നെ സൗദി ലീഗ്. ഇത് 2 നേടിയതിനു ശേഷം ഇതിൽ നിർത്താൻ പ്ലാനുണ്ടോ? ഇല്ല. നിങ്ങൾക്കെല്ലാം അറിയാം, റൊണാൾഡോ 3ാമത്തെ ഒരു കപ്പിനായി വരും. റൊണാൾഡോയുടെ കരിയറിലെ ഏറ്റവും വലിയ കപ്പ്. 32 രാജ്യങ്ങളും അതിനായി ശ്രമിക്കും. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് സൗദി ലീഗ് കിരീടമൊക്കെ വരട്ടെ, കോൺഫിഡൻസ് ഒന്നും കൂടി കൂടട്ടെ, പവറിങ് വരണം. അത്രയേ ഉള്ളൂ.